ബൗസ് കുട്ടി തോട്ട്സ്. സോ അങ്ങനെ 2 ദിവസത്തെ പരിപാടിയായ ഐസിഎംആർ ഷൈൻ പ്രോഗ്രാം ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. വളരെ തൃപ്തിയും സന്തോഷവും ഒക്കെ തോന്നുന്നു ഇങ്ങനൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ പറ്റിയതിൽ. അതിൽ ഐസിഎംആറിൻ്റെ പാട്ടാവാൻ പറ്റിയതിൽ ഐ ഹാഡ് എ വെരി വണ്ടർഫുൾ ടീം. I should acknowledge that. The ICMR the RWO team did a wonderful work. I'm really glad under the leadership of our director, our nodal communication officer, our excellent team and very, very excellent volunteers, we could do amazing work. I'm so proud. And more than proud, I feel a gratitude. As I shared earlier, it's a time for me to give back to the society which I belong. So health communication is really, really important. ഇത് നമ്മുടെ സന്തോഷമാണ്. നമുക്ക് പല കാര്യങ്ങളിലും ഈ 2 ദിവസം ഞാൻ സാരി എടുത്തു. ആൻഡ് ദിസ് ഇസ് സാരി ഫ്രം ഒഡീഷയിലെ സമ്പൽപുരി എന്ന് പറഞ്ഞൊരു ഡിസൈനാണ്. സോ ഈ ഇടയായിട്ട് ഞാൻ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു സാരി വാങ്ങൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. സാരി എനിക്ക് പൊതുവെ വീക്ക്നെസ് ആകുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും ഒരു സാരി എങ്ങനെയെങ്കിലും അവിടുത്തെ ഒപ്പിക്കാൻ നോക്കുന്നതാണ് എൻ്റെ ഒരു പാർട്ട് ഓഫ് മൈ ട്രാവൽ മെമ്മറീസിൽ ഏറ്റവും കൂടുതൽ എനിക്കെപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതാണ്. സോ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അല്ലേ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ കരിയർ ആയിരിക്കാം, നമ്മുടെ മാരേജ് ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, നമ്മുടെ യാത്രകളായിരിക്കാം. അത് വേറൊരാൾക്ക് കയറി ജഡ്ജ് ചെയ്യാനുള്ള ഒരു സ്പേസ് അല്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വൈ യു ഡു ദാറ്റ്, വൈ യു ഡിഡ് നോട്ട് ഡു ദാറ്റ്, അത് വേറെ ആൾക്ക് പറയാനുള്ള അവകാശമില്ല, നമ്മുടെ മാത്രമാണ്. നമുക്കതിൽ സന്തോഷമുണ്ടായിട്ട് നമ്മൾ ചില ഡിസിഷൻസ് എടുക്കും. ആ ഡിസിഷന് ശേഷം നമുക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവാം. അപ്പം അത് നമ്മൾ ഷെയർ ചെയ്യും. അല്ല, സന്തോഷത്തോടു കൂടി നമ്മൾ അത് വെച്ച് തന്നെ മുന്നോട്ട് പോകും. സോ ഞാൻ റീസെൻ്റ്ലി ഇതാണ് കേട്ടത്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ കൺഫസ് ചെയ്ത് പറഞ്ഞതാണ്. അവളെടുത്ത ഒരു ഡിസിഷന് മറ്റു പല ആൾക്കാരും പല രീതിയിലും വ്യാഖ്യാനിക്കുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരു വിഷമമുണ്ട്. വെറുതെ ഒന്നും അറിയാത്ത ആൾക്കാർ നമ്മളെ കയറി ജഡ്ജ് ചെയ്യുമ്പോൾ ഒരു ഇത്. സോ അവള് ഷീ റിയലൈസിങ് ആൻഡ് ടെല്ലിങ് ലൈക്ക് അവരെന്തോ ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി ദാറ്റ്. പക്ഷെ അവരിങ്ങനെ എൻ്റെ ജീവിതത്തിനെ പറ്റി കമൻറ്റ് ചെയ്യണത് ഞാൻ ആലോചിച്ചു. വെരി ഈസി ടു ജഡ്ജ് അതർ പീപ്പിൾസ് ലൈഫ് ആൻഡ് ഓഫൺ നമ്മൾ നമ്മുടെ ലൈഫ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് അവർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ദ അതർ പീപ്പിൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് entirely different. We should not judge the people. So today I was wearing sari because it was my comfort. My colleague was in her jeans and top, that is her comfort. So we both are happy and we share that happiness. So that is more important, no? People should do whatever comforting to us. People should take the life which is making them happy. If they are not happy and they are sad, we can be part of that, or we can support them. And for the same with the things which they are feel happy also, we can support them. When they are sad also, we can support. We are never ever judge any people's life. So ബൗസ് കുട്ടി തോട്ട്സിലൂടെ ഞാൻ ഇതാ പറയാൻ ആഗ്രഹിക്കുന്നത്, നെവർ എവർ ജഡ്ജ് എനി പീപ്പിൾ. ഞാനും ജഡ്ജ് ചെയ്തിട്ടുണ്ട്, അറിയാണ്ടൊക്കെ നമുക്കും പറ്റാറുണ്ട്. പക്ഷെ അത് അക്നോളജ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് എന്നതിനെ പറ്റി പറയാനായിട്ട് തിരിച്ച് പറഞ്ഞവരോട് സോറി ചോദിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ജഡ്ജ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ച് പറയാറുണ്ട് സോറി, നിങ്ങൾ ലിമിറ്റും ബൗണ്ടറീസും കടന്നിട്ടാണ് പോകുന്നത്. സോ ബി കൈൻഡ് ടു യുവർ സെൽഫ് ആൻഡ് ദ പീപ്പിൾ അറൗണ്ട്. ബൗസ് കുട്ടി തോട്ട്സ്.